കാക്കനാട് ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്ക് 3 ആഴ്ചക്കിടെ ഛർദിയും വയറിളക്കവും പനിയും പിടിപെട്ടു. 550-ലധികം താമസക്കാർക്കാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയെന്ന് സംശയിക്കുന്നതായി ഫ്ളാറ്റിലെ താമസക്കാർ പറയുന്നു. കാക്കനാട്ടെ DLF നിർമ്മിച്ചു കൈമാറിയ ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാരാണ് രോഗബാധിതരായത്. മെയ് പകുതി മുതലാണ് ഇവർക്ക് അസ്വസ്ഥത കണ്ടു തുടങ്ങിയത്. ജൂണിൽ സങ്കീർണമായി തുടങ്ങി. തിങ്കളാഴ്ച മാത്രം 50-ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് വിവരം. സ്ഥിതി ഗുരുതരമായതോടെ തിങ്കളാഴ്ച ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾ മന്ത്രി വീണ ജോർജിനെ വിളിച്ച് വിവരമറിയിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് വിവരമറിയുന്നത്. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് DMO K സക്കീനയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് സംഘം ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി. മെയിൻ പൂൾ ഉൾപ്പെടെ 16 ടാങ്കുകളിലെ കുടിവെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്ന് DMO അറിയിച്ചു. ഇതേ തുടർന്ന് രോഗബാധയിൽ പരിശോധനാ ഫലം ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി. കൂടാതെ സംഭവത്തിൽ നടപടി ഊർജിതമാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയ സ്ഥിരീകരിച്ചിരുന്നു. ആശങ്ക വേണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഛർദിയും വയറിളക്കവുമായി 350 പേർ ഇതുവരെ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ. രോഗബാധിതർ പല സമയങ്ങളിലായി കാക്കനാടും കൊച്ചിയിലുമുള്ള വിവിധ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്. കുഴൽക്കിണറുകൾ, മഴവെള്ള സംഭരണി, കിണർ, മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഫ്ളാറ്റിലെ പ്രധാന സ്രോതസ്സുകൾ. ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് കുടിവെള്ളം ഉപയോഗിക്കുന്നത്. താമസക്കാർക്ക് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്നാണ് മെയ് 29-ന് ഇവിടെ നിന്നുള്ള കുടിവെള്ളം പരിശോധനയ്ക്കെടുക്കുന്നത്. താമസക്കാർക്ക് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് മെയ് 29-ന് ഇവിടെ നിന്നുള്ള കുടിവെള്ളം പരിശോധനയ്ക്കെടുത്തിരുന്നു. അതിൽ കോളിഫോം ഈക്കോളി ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് കിട്ടിയെങ്കിലും ഏതാനും ചില ടാങ്കുകൾ ഒഴിവാക്കി മറ്റുള്ളവ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ഫ്ളാറ്റ് അസോസിയേഷൻ സംഭവം ഗൗരവമായി കണ്ടില്ലെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ജലസംഭരണിയിലേത് മലിനജലമാണെന്ന റിപ്പോർട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മറച്ചുവെച്ചെന്നാണ് ഫ്ളാറ്റിലെ താമസക്കാർ പരാതിയായി ഉന്നയിക്കുന്നത്. മെയ് 29-ന് ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടും അസോസിയേഷൻ അനങ്ങിയില്ലെന്നും ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ജൂൺ 13-നാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും ഫ്ളാറ്റിലെ താമസക്കാർ പറയുന്നുണ്ട്. മെയ് മാസത്തിലെ അവസാന ആഴ്ചയിൽ DLF ഫ്ളാറ്റ് സമുച്ചയത്തിലെ മഴവെള്ള സംഭരണി 80% നിറഞ്ഞുവെന്നും ഫ്ളാറ്റിലെ ആവശ്യക്കാർക്ക് ആ വെള്ളം വിതരണം ചെയ്യുമെന്നും ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ താമസക്കാരെ അറിയിച്ചിരുന്നു. ജലത്തിലെ കീടാണുക്കളുടെ സാന്നിധ്യം പരിശോധിക്കണമെന്ന് താമസക്കാർ ആവശ്യപ്പെട്ടു. ജലത്തിൽ ഈക്കോളി അടക്കമുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന ലാബ് റിപ്പോർട്ട് ലഭിച്ചെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ അനങ്ങിയില്ലെന്നാണ് ആരോപണം. പിന്നീടുള്ള ദിവസങ്ങളിൽ താമസക്കാർക്ക് പലർക്കും വയറിളക്കവും ഛർദിയും പതിവാവുകയായിരുന്നു. തുടർന്ന് പരിശോധനാ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെ ജൂൺ 13-നാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നാണ് ആരോപണം. അതേസമയം കാക്കനാട് ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായ സംഭവം അതീവ ഗൗരവകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. കുറച്ചു ദിവസങ്ങളായി ആളുകൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രോഗബാധിതർ സ്വകാര്യ ആശുപത്രികളാണ് ചികിത്സ തേടിയത്. തിങ്കളാഴ്ചയാണ് ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചത്. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായിട്ടുള്ള കാര്യം മറച്ചുവെച്ചു എന്നത് ഗൗരവകരമായ വിഷയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. തിങ്കളാഴ്ച രാവിലെ ഫ്ളാറ്റിലെ താമസക്കാരനായ ഒരാൾ തന്നെ വിളിച്ച് പരാതി അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഉച്ചയോടെ മെഡിക്കൽ സംഘം ഫ്ളാറ്റിലെത്തി പരിശോധനകൾ നടത്തി പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്നാണ് ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 15 ടവറുകളിലായി 1268 ഫ്ളാറ്റുകളിൽ 5000-ലധികം പേർ താമസിക്കുന്നുണ്ട്. 620 ഫ്ളാറ്റുകളിൽ വാടകക്കാരും ബാക്കി ഉടമസ്ഥരുമാണ് താമസക്കാർ. മാസ്റ്റർ ടാങ്കിൽ വെള്ളം സംഭരിച്ച ശേഷം ടാങ്കിലെത്തിച്ച് ശുചീകരിക്കും. തുടർന്ന് 15 ടവറുകളിലേക്കുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനിടെ 29-ന് പരിശോധനയ്ക്കെടുത്ത വെള്ളം പ്ലാന്റിലെ ശുചീകരണത്തിന് ശേഷമാണോ അല്ലയോ എന്നതിൽ വ്യക്തതയില്ല.